ഇനി മറ്റു കാഴ്ചകളിലേക്ക് വന്നാൽ ചെളിയും മാലിന്യങ്ങളും നിറഞ്ഞ മലീമസമായ കല്ലായി പുഴയ്ക്ക് മോക്ഷമാകുന്നു. പുഴയുടെ ആഴം കൂട്ടുന്ന നടപടികൾ തുടങ്ങി. മരണാസന്നയായി ഒഴുകുന്ന കല്ലായി പുഴയെക്കുറിച്ച് റിപ്പോർട്ടർ ഒരു പ്രത്യേക പരമ്പര തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. കല്ലായിപ്പുഴയുടെ അതിജീവനം സാധ്യമാക്കുക എന്നുള്ളത് ഏറെ നാൾ നീണ്ട ഒരു ആഗ്രഹമാണ് കോഴിക്കോടുകാരെ സംബന്ധിച്ച്. കോഴിക്കോട് നഗരത്തെ സംബന്ധിച്ചൊക്കെ അത് വളരെ അനിവാര്യതയുമാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. അതിനുള്ള പ്രാരംഭ പ്രവൃത്തികൾ ഇന്ന് ആരംഭിച്ചിരിക്കുന്നു. ഇനി വരുന്ന ദിവസങ്ങളിലെല്ലാം അതിൻ്റെ പൂർണ്ണ തോതിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ആ കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യും. ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. മേയറെ, കുറേ ചർച്ചകൾ നടന്നിട്ടുണ്ട്. പല വിധത്തിൽ ആ പ്രൊജക്റ്റ് നീണ്ടു പോകുന്ന സാഹചര്യമുണ്ട്. ഇന്നിപ്പം തുടങ്ങിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഇതിന് കാര്യങ്ങൾ? 6ാമത്തെ ടെൻഡറാണ്. അതിലാണ് നമ്മൾ 56% എബവ് ആണെങ്കിലും തരക്കേടില്ല എന്നുള്ള തീരുമാനത്തോടുകൂടി എല്ലാവരും ഒറ്റക്കെട്ടായി, കോഴിക്കോട്ടുകാർ, ഞങ്ങളുടെ കൗൺസിൽ മുഴുവനും ഒറ്റക്കെട്ടോടുകൂടി ഇനിയൊരു ടെൻഡർ ചെയ്യേണ്ട, ഉള്ള ടെൻഡറിൽ ഉറപ്പിക്കാം എന്ന ഒരു തീരുമാനത്തോടുകൂടി ഞങ്ങൾ മുന്നോട്ട് പോയത്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞറിയിക്കാനാവാത്തത്ര വല്ലാത്തൊരു സന്തോഷവും അതോടൊപ്പം ഒരു വിഘ്നവുമില്ലാതെ ഇത് പൂർണ്ണമായിട്ടും സുരക്ഷിതമായ രീതിയിൽ നടക്കണം എന്നുള്ള അദമ്യമായ ഒരു ആഗ്രഹവും പ്രാർത്ഥനയും ഞങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട്. ഡെപ്യൂട്ടി മേയർ കൂടിയുണ്ട്. ഇപ്പം കല്ലായിപ്പുഴ മരണാസന്നമായി കിടക്കുകയാണെന്നുള്ളതായിരുന്നു നമ്മുടെയൊക്കെ ഏറ്റവും വലിയ വിലാപമായിട്ടുള്ളത്. അതിന് ഒരു പുനർജന്മം കൊടുക്കാൻ കഴിയും. തീർച്ചയായും ഈ കേരളത്തിലെ ഏറ്റവും മലീമസമായിക്കൊണ്ടിരിക്കുന്ന പുഴകളിലൊന്നായി കല്ലായിപ്പുഴ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു വലിയ പാരിസ്ഥിതിക പ്രശ്നമാണ് പരിഹരിക്കാൻ പോകുന്നത്. വലിയ അർത്ഥവ്യാപ്തിയുള്ള ഒരു പ്രോജക്റ്റാണ് കല്ലായിപ്പുഴയുടെ ഈ നവീകരണ പ്രവൃത്തി. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം സാറേ, ഇത് എത്ര ആഴത്തിലായിരിക്കും നമ്മൾ എടുക്കുക? അതിൻ്റെ ഇതിൽ ചാർട്ട് ഡാറ്റ, നമ്മൾ ഒരു ചാർട്ട് ഡാറ്റം ബേസ്ഡാണ് നമ്മൾ ഈ വർക്ക് മുന്നോട്ട് പോകുന്നത്. ചാർട്ട് ഡാറ്റ എന്ന് പറയുമ്പം വേലിയിറക്കത്തിൽ ഏറ്റവും കുറഞ്ഞ വെള്ളമുള്ള സമയം 0 ആണ് ചാർട്ട് ഡാറ്റ. അതിൽ നിന്നും 2.2 മീറ്റർ ആഴത്തിലാണ് മിനിമം ആഴം കിട്ടുന്ന രീതിയിലാണ് ഈ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകുക. അതോടെ നമുക്ക് ഈ കല്ലായിപ്പുഴയുടെ ഒഴുക്ക് സുഗമമാക്കാനും പിന്നെ മാലിന്യമുക്തമാക്കാനും മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന യാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നതിനുള്ള സുഗമമാക്കുക, ഈ 3 ലക്ഷ്യങ്ങളാണ് പ്രധാനമായിട്ടും ഇതിലുള്ളത്. എന്തായാലും ഇനിയിപ്പോൾ മാങ്കാവ് മുതൽ ഇങ്ങോട്ട് കോതിപ്പാലം വരെയുള്ള ഈ ഒരു മേഖല, അത് കടലിലേക്ക് പുഴ ചേരുന്ന ആ പ്രദേശം വരെയുള്ള ആ ഭാഗത്തെ മണ്ണെടുപ്പാണ് സാധ്യമാക്കാനുള്ളത്. ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി തവണ പ്രക്ഷോഭങ്ങളും ഒക്കെ ഉണ്ടായത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്നാൽ അതിനൊക്കെ ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പ്രകടിപ്പിക്കാനും കഴിയുക. വീഡിയോ ജേർണലിസ്റ്റ് ഷബീർ വടക്കേങ്ങരയ്ക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.